തൃശൂർ കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി MS ലിഷോയ് ചേരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. പക്ഷേ വാഹനങ്ങൾ വലിയ തോതിൽ അപകടത്തിൽ പെട്ടുവെങ്കിലും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല. ആളുകൾക്ക് അപകടമുണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ആംബുലൻസിലെ രോഗിയെ പിന്നീട് എങ്ങനെയാണ് ചികിത്സയ്ക്കായി എത്തിച്ചത്? ഈ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് മധു, നമ്മൾ പറയുന്ന പോലെ തന്നെ ധാരാളം അപകടങ്ങൾ ദിവസേന ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം, അതായത് അമിത വേഗത അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിന്നിലാണ് ഇടിച്ചത്. ലിഷോയ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ആർക്കും പരിക്കൊന്നുമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എന്താണ് സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് കുന്നംകുളം സംസ്ഥാന പാതയിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസ്, അതിന് പുറകിൽ ആംബുലൻസ് ഒരു കാറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടം സംഭവിച്ച എങ്കിൽ പോലും വാഹനത്തിന് കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിൽ പോലും ഈ അതിലുണ്ടായിരുന്ന രോഗിക്കോ മറ്റ് ആളുകൾക്കോ ഒന്നും തന്നെ കാര്യമായ പരിക്കുകൾ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ വലിയ തോതിൽ ആ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുന്നംകുളത്തിനും വടക്കാഞ്ചേരിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തന നാട്ടുകാരും അതുപോലെ തന്നെ സ്ഥലം MLA, കുന്നംകുളം MLA കൂടിയായ AC മൊയ്തീൻ ഉൾപ്പെടെ ആ സമയത്ത് അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹവും ഉൾപ്പെടെ ഇറങ്ങിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിലേക്ക് കയറ്റി പിന്നീട് പാലക്കാട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ലിഷോ, എന്താണ് ഈ അപകടത്തിന്റെ കാരണം? നമുക്ക് ആ ദൃശ്യങ്ങളിൽ മഴ പെയ്തതായി കാണുന്നുണ്ട്. അപ്പോൾ അമിത വേഗതയാണോ അതോ റോഡിന്റെ എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഇനിയിപ്പോൾ ആംബുലൻസ്, സാധാരണഗതിയിൽ ആംബുലൻസുകളൊക്കെ തന്നെ രോഗികളെ പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം നല്ല വേഗതയിലാണ് പോകുന്നത്. ഒരുപക്ഷെ കാർ മുൻപിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണോ കാരണം എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. എന്തായാലും മറ്റ് അശാസ്ത്രീയമായ സംഭവങ്ങളോ അല്ലെങ്കിൽ റോഡിൻ്റെ പ്രശ്നങ്ങളോ മഴയോ ഒന്നും തന്നെയല്ല. ഇന്നിപ്പോൾ ആ മേഖലയിൽ കാര്യമായ മഴയൊന്നും തന്നെ പെയ്തിട്ടില്ല. എന്തായാലും കാറിൻ്റെ പുറകിൽ രോഗിയുമായി പോയ ആംബുലൻസും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ആളുകൾക്ക് അപകടമുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.